ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ അതാണ്ട് ലോഡ് കണക്കിന് സിലിണ്ടറുകളാണ് വന്ന് പമ്പയിൽ ഇറക്കി കയറ്റിക്കൊണ്ടു പോകുന്നത്. ഇത് സുരക്ഷിതമായ ഒരു താവളമായിട്ടാണോ ഇത് കാണുന്നത്, അതോ ഈ ശബരിമലയിൽ ആവശ്യമുള്ള സിലിണ്ടർ തന്നെയാണോ ഇത്രയും? ഇത് സീസൺ അല്ല, ശബരിമല സീസൺ അല്ലാത്ത ഒരു സമയമാണ്. പക്ഷേ ഈ കരാറുകാരൻ നമ്മൾ ഈ മൊബൈലിൽ ചിത്രീകരിക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരമാണ് തുറക്കുന്നത്. നാളെ മുതൽ 1-ാം തീയതിയാണ് മീനമാസം. ഭക്തജനങ്ങളെല്ലാം ഇന്ന് കാലത്ത് മുതൽ ഇവിടെ ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നത് പമ്പയിൽ വാണിജ്യ സിലിണ്ടറുകൾ ലോഡ് കണക്കിന് ഇവിടെ കൊണ്ടിറക്കുകയും കാലിയായ സിലിണ്ടറുകൾ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനമൊട്ടാകെ ഹോട്ടലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും വാണിജ്യ സിലിണ്ടറുകൾ കിട്ടുന്നില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ് വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ കൊട്ടി ആഘോഷിക്കുമ്പോഴും പല കടകളും അടച്ചിടുമ്പോഴും കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആശുപത്രികളിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതേ വീട്ടു ആവശ്യങ്ങൾക്കുമൊക്കെ ഉള്ള സിലിണ്ടറുകൾ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ പലവിധ കടകളിലും ഈ ഗ്യാസ് ഏജൻസിമാർ അവർക്ക് സിലിണ്ടർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല, അങ്ങനെയാണ് കടകൾ അടയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ അതാണ്ട് ലോഡ് കണക്കിന് സിലിണ്ടറുകളാണ് വന്ന് പമ്പയിൽ ഇറക്കി കയറ്റിക്കൊണ്ടു പോകുന്നത്. ഇത് സുരക്ഷിതമായ ഒരു താവളമായിട്ടാണോ ഇത് കാണുന്നത്, അതോ ഈ ശബരിമലയിൽ ആവശ്യമുള്ള സിലിണ്ടർ തന്നെയാണോ ഇത്രയും? ഇത് സീസൺ അല്ല, ശബരിമല സീസൺ അല്ലാത്ത ഒരു സമയമാണ്. പക്ഷേ ഈ കരാറുകാരൻ നമ്മൾ ഈ മൊബൈലിൽ ചിത്രീകരിക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇത്തരത്തിൽ എന്താണ് നിങ്ങൾ ചിത്രീകരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, നമ്മളെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളോട് വിശദമായ വിവരം തരുന്നില്ല. തൊടുപുഴ സ്വദേശിയായ ഏതൊരു കരാറുകാരനാണ് ഈ ശബരിമലയിൽ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ അവിടുത്തെ ആവശ്യമുള്ള ഗ്യാസ് വാണിജ്യ സിലിണ്ടറുകൾ കൊടുക്കുന്നത്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരുകളുടെ അറിഞ്ഞോ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്? ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്താണ് ഇത്രയും സീസൺ അല്ലാത്ത ഈ സമയത്തും ഇത്രയും അർജന്റായിട്ട് ലോഡ് കണക്കിന് വാണിജ്യ സിലിണ്ടറുകൾ കൊണ്ടിറക്കുകയും അവിടുന്ന് പല വഴിക്കായിട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്? പക്ഷേ മറ്റ് ചെറിയ വാഹനത്തിൽ കയറ്റുമ്പോൾ പറയുന്നത് സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ ട്രാക്ടർ വരും, ആ ട്രാക്ടറിൽ ഈ സിലിണ്ടറുകൾ കയറ്റി കൊണ്ടുപോകും. പക്ഷേ ശബരിമലയിൽ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഈ വരുന്ന 5 ദിവസം നട തുറന്നിരിക്കുന്ന സമയത്ത് വലിയ ഭക്തജനങ്ങൾ തിരക്കില്ല. ദിവസം 15,000 25,000 പേരിനകത്താണ് വരുന്നത്. അവർക്ക് വേണ്ടി ഇത്രയും സിലിണ്ടറിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് അന്വേഷണം ഉണ്ടാകേണ്ടത്. ഇത് നേരായും അതോ ഈ വാണിജ്യ സിലിണ്ടറുകൾ ഏജൻസികളിൽ സൂക്ഷിക്കുമ്പോൾ ലോഡ് കണക്കിരിക്കുമ്പോൾ ജനങ്ങൾ അത് നോക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്താൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവർ തന്നെത്താൻ ഒരു ദുരൂഹത ഉണ്ടാക്കിയാണോ, മനഃപൂർവ്വം വാണിജ്യ സിലിണ്ടറുകൾ കടകൾക്കും കൊടുക്കാതിരിക്കുകയാണോ, ഹോട്ടലുകൾക്ക് കൊടുക്കാതിരിക്കുകയാണോ, അതോ ഇത്തരം സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ശബരിമല പോലുള്ള ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സിലിണ്ടറുകൾ സൂക്ഷിച്ചു വെച്ച് ഒരു ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ട് സിലിണ്ടറിന്റെ ക്ഷാമം ഉണ്ടെന്നും അത് കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാനുള്ള ഈ ഇലക്ഷൻ സമയത്ത് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണോ എന്നൊക്കെ മറ്റുള്ളവർ സംശയിച്ചാലോ പറഞ്ഞാലോ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇതിനൊരു അന്വേഷണമായിട്ട് ദേവസ്വം ബോർഡും സർക്കാരും അന്വേഷിക്കണം. ഇത്രയും സിലിണ്ടറിന്റെ ആവശ്യം, വാണിജ്യ സിലിണ്ടർ ഇത്രയും ആവശ്യം ഈ സമയത്ത് ഈ മീനമാസത്തെ ഈ ഉത്സവ അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന അടുത്ത ഉത്സവമുണ്ട് ഈ മാസം തന്നെ. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടാണോ ഇത്രയും അത്യാവശ്യമായിട്ട് ഇത്രയും സിലിണ്ടർ ഇവിടെ കൊണ്ടുവരുന്നത്? കടക്കാർ വാണിജ്യമായിട്ട് ഹോട്ടലുകൾ നടത്തുന്നവർക്ക് അവർക്ക് 5 സിലിണ്ടർ ഉള്ളവർക്ക് 2 സിലിണ്ടർ കൊടുത്താൽ അവർക്ക് അത്യാവശ്യം അവർക്ക് കട തുറന്ന് പ്രവർത്തിക്കാം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാം. പക്ഷേ ഇത് കേരളം ഒട്ടാകെ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് സിലിണ്ടറുകൾ കിട്ടുന്നില്ല. അത്